പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി ഇവരെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയാണ് ഏകപ്രതി. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നു. സച്ചിൻ, കേരളത്തെ തന്നെ നടുക്കിയ ഒരു ക്രൂരകൃത്യം, കൊടുങ്കുറ്റവാളി ചെന്താമര മാത്രമാണ് കേസിലെ ഒരേ ഒരു പ്രതി. ആദ്യം കേസിൽ താൻ കുറ്റവാളിയാണെന്ന് പറയുകയും പിന്നീട് മൊഴി മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പലരും കൂറുമാറിയിട്ടുമൊക്കെയുമുണ്ട്. അപ്പോൾ ഇന്ന് കേസിൽ വിധി വരികയാണ്. എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് സച്ചിൻ? സേതു, കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ നടന്നത്. 2025 ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി കൊടും കുറ്റവാളി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പ്രധാനമായും സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ 2019 കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇത്തരത്തിൽ ഇരട്ടക്കൊലപാതകം ചെന്താമര ചെയ്തത്. പ്രധാനമായും ഈ ചെന്താമരയുടെ കുടുംബം പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും സുധാകരൻ്റെ ഭാര്യ സജിതയുമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള കൊലപാതകം. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. പട്ടാപ്പകലായിരുന്നു ചെന്താമര സുധാകരനെയും അതേപോലെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. തുടർന്ന് 2 ദിവസത്തെ പോലീസിൻ്റെ തെരച്ചിലിനൊടുവിലാണ് സമീപത്തെ കൊടുങ്കാട്ടിൽ നിന്നും ചെന്താമരയെ പിടികൂടുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ തന്നെ പാലക്കാട് സെഷൻസ് കോടതി ചെന്താമര കേസിൽ വിധി പറയും. എന്തായാലും വധശിക്ഷ തന്നെ ചെന്താമരക്ക് നൽകണമെന്നാണ് നിലവിൽ സുധാകരൻ്റെയും സജിതയുടെയും മക്കൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. കാരണം അതിഭീകരമായ ഒരു കൊലപാതകം തന്നെയാണ് നെന്മാറ പോത്തുണ്ടിയിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നു. തുടർന്ന് 2019 ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ആ കേസിൽ അറസ്റ്റിലാവുന്നു. 2025 ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും പട്ടാപ്പകൽ വീടിന് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിദാരുണമായ കൊലപാതകം തന്നെയാണ്. കേസിൽ 82-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. 40-ലേറെ ഡോക്യുമെന്റുകളും ഈ കേസിനുണ്ട്. എന്തായാലും വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവും മലയാളികളും ഒന്നാകെ ഉള്ളത്. കൂടാതെ സജിതയുടെയും സുധാകരൻ്റെയും മക്കളും വധശിക്ഷ ചെന്താമരക്ക് നൽകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓക്കെ സച്ചിൻ.